സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. രാധേശ്യാം. പ്രിയപ്പെട്ട ഭാഗവത പ്രേമികൾക്ക് നമസ്കാരം. ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധത്തിലെ 7-ാം അധ്യായം ആണ് നമ്മുടെ ചിന്താവിഷയം. 6-ാം അധ്യായത്തിൽ നിന്ന് നാം മനസ്സിലാക്കി, ഭഗവത് കഥകൾക്ക് ശ്രീ വേദവ്യാസ മഹർഷി ഇതുവരെ രചിച്ച ഇതിഹാസ പുരാണങ്ങളിലൊന്നും വേണ്ടത്ര പ്രാമുഖ്യം കൽപ്പിച്ചിട്ടില്ലെന്ന്. അതുതന്നെയാണ് വ്യാസമുനിയുടെ ദുഃഖത്തിന് കാരണമെന്നും ശ്രീ നാരദരുടെ ഉപദേശം ശിരസാ വഹിച്ച് വ്യാസഭഗവാൻ ശ്രീകൃഷ്ണ കഥകൾ പറയാൻ ആരംഭിക്കുകയാണ്. ഇക്കാരണത്താൽ ശ്രീമദ് ഭാഗവത കഥാരംഭം ഇവിടെ മുതലാണെന്ന് കരുതുന്നതിൽ തെറ്റില്ല. അഥ ഭാഗവതശ്രോതോർ ജന്മവക്തും പരീക്ഷിത സുപ്തബാലവധാദ്രൗണേർ ദണ്ഡ സപ്തമൗച്യതേ. പരീക്ഷിത് കഥാരംഭം. അശ്വത്ഥാമാവ് പാഞ്ചാലിയുടെ മക്കളെ കൊല്ലുന്നതും അർജുനൻ അശ്വത്ഥാമാവിനെ പരാജയപ്പെടുത്തുന്നതും ആണ് ഈ അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം. ശൗനകൻ പറഞ്ഞു: നിർഗതേ നാരദേ സൂത ഭഗവാൻ ബാദരായണ ശ്രുതവാർത്താദഭിപ്രേതം തഥാക്യമകരോത് പ്രഭു. സൂത, അല്ലയോ സൂത, നാരദേ, ശ്രീനാരദൻ നിർഗതേ പോയപ്പോൾ, അല്ലയോ സൂത, ശ്രീ നാരദൻ വ്യാസഭഗവാന്റെ അടുത്ത് നിന്ന് പോയപ്പോൾ, ഭഗവാൻ വിഭു, എല്ലാം അറിയുന്നവനും എല്ലാ കഴിവുള്ളവനുമായ ബാദരായണ വേദവ്യാസൻ തദഭിപ്രേതം, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ, അതായത് നാരദരുടെ അഭിപ്രായത്തെ, ആ ഉപദേശത്തെ ശ്രുതവാൻ കേട്ട് ധരിച്ച്, തഥാ അതിനുശേഷം കിമകരോത്, എന്ത് ചെയ്തു? ഇങ്ങനെയുള്ള ശൗനക മഹർഷിയുടെ ചോദ്യത്തിന് സൂതൻ മറുപടി പറഞ്ഞു: ബ്രഹ്മനദ്യാം സരസ്വത്യാമാശ്രമേ പശ്ചിമേ തടേ ശമ്യാപ്രാസ ഇതി പ്രോക്ത ഋഷീണാം സത്രവർദ്ധന. ബ്രഹ്മനദിയായ സരസ്വതിയില് പടിഞ്ഞാറേ കരയില് മുനിമാരുടെ യാഗാദി കർമ്മങ്ങളെ പോഷിപ്പിക്കുന്നതും ശമ്യാപ്രാസം എന്നിങ്ങനെ പറയപ്പെടുന്നതുമായ ഒരാശ്രമമുണ്ട്. അതാണ് വ്യാസന്റെ ആശ്രമം. തസ്മിൻ സ്വാശ്രമേ വ്യാസോ ബദരീഷണ്ഡമണ്ഡിതേ ആസീനോ ഉപസ്പൃശ്യ പ്രണദധ്യോ മനഃ സ്വയം. വ്യാസഃ, വേദവ്യാസ ഭഗവാൻ, ബദരീഷണ്ഡമണ്ഡിതേ, ഇലന്തമരക്കൂട്ടങ്ങളാൽ അലങ്കൃതമായിട്ടുള്ള, ബദരി ഇലന്തമരം, ഇലന്തക്കുരു എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇലന്ത, അത് ഈ തമിഴിന്റെ ഒരു അതിപ്രസരം കൊണ്ടുവരുന്നതാണ്. ഇലങ്ക എന്ന് പറയും, ഈ രാമൻ എന്ന് പറയും. രാമൻ എന്നുള്ളതിന്, ലങ്ക എന്നുള്ളതിന് ഇലങ്ക, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അതുപോലെ ഇലന്ത, ആ മരങ്ങൾ ധാരാളമുള്ള, ബദരി വൃക്ഷങ്ങൾ ധാരാളമുള്ള ആ വനത്തില് സ്വേ തസ്മിൻ ആശ്രമേ, തൻ്റെതായ ആശ്രമത്തിൽ ആസീന ഇരുന്നു കൊണ്ട്, അവ ജലത്തെ ഉപസ്പൃശ്യ, വെള്ളമെടുത്തിട്ട് ആചമിച്ച് ദേഹശുദ്ധി വരുത്തി, കാലുമുഖമൊക്കെ കഴുകി, സ്വയം തന്നെത്താൻ മനസ്സിനെ പ്രണിദധ്യൗ, ഏകാഗ്രമാക്കി.
ഒരു ശ്രദ്ധ മാത്രം, ഒന്നിൽ മാത്രം ഉറച്ച ശ്രദ്ധയോടുകൂടി. ഭക്തിയോഗേന മനസ്സി സമ്യക് പ്രണിഹിതേ അമലെ അപശ്യത് പുരുഷം പൂർവം മായം ച തതുപാശ്രയ. ഭക്തിയോഗേന, ഭക്തിയോഗത്താൽ, അമലെ നിർമ്മലമായും, സമ്യക് നല്ലതുപോലെ, പ്രണിഹിതേ ഏകാഗ്രഭാവനയിൽ ഉറച്ചതുമായ, മനസ്സി ഹൃദയത്തിൽ, പൂർവം ആദ്യമായി, പുരുഷം ഈശ്വരനെയും, തതുപാശ്രയം ആ ഈശ്വരനെ ആശ്രയിച്ചിരിക്കുന്ന മായയെയും, മായാംച അവശ്യ ദർശിച്ചു. യയാ സമ്മോഹിതോ ജീവ ആത്മാനം ത്രിഗുണാത്മകം പരോപി മനുതേനർത്ഥം തൽകൃതം ചാഭിപദ്യതേ. ജീവൻ പര അഭി ത്രിഗുണാതീതനായ പരമാത്മാവാണ് എന്നിരിക്കലും, യയാ യാതൊരു മായയാൽ, എന്താ മായ? യാതൊന്നാണോ ഇല്ലാത്തത് അതാണ് മായ. ഇല്ലാത്തത് ഉണ്ടെന്ന് തോന്നുന്നത് അതാണ് മായ. യാ മാ സ മായ. യാതൊന്നാണോ ഇല്ലാത്തത്, സ അത് മായ. അങ്ങനെയുള്ള മായയാൽ സമ്മോഹിത, അപ്പോ മായ മോഹിപ്പിക്കുന്നതാണ്. അങ്ങനെയുള്ള മായ കൊണ്ട് അധികം മോഹിതനായി ഭവിച്ചിട്ട്, ആത്മാനം തന്റെ സ്വരൂപത്തെ, ത്രിഗുണാത്മകം ത്രിഗുണങ്ങളുടെ സ്വരൂപമായിട്ട് മനുതേ വിചാരിക്കുന്നു. ഈ മായ കൊണ്ട് മോഹിപ്പിക്കപ്പെട്ടവനായിട്ട് തന്റെ സ്വരൂപത്തെ ത്രിഗുണങ്ങളുടെ സ്വരൂപമായിട്ട് വിചാരിക്കുന്നു. സത്വരജസ്തമോ ഗുണങ്ങൾ, അതാണ് ത്രിഗുണങ്ങൾ. തൽകൃതം അവയാൽ ഉണ്ടാക്കപ്പെടുന്ന അനർത്ഥം ച അനർത്ഥത്തെയും അഭിപദ്യതയെ അനുഭവിക്കുന്നു. ത്രിഗുണങ്ങളുടെ സ്വരൂപത്തെ തന്റെ സ്വരൂപമായിട്ട് വിചാരിക്കുന്നത് കൊണ്ടും അതിൽ നിന്നുണ്ടാകുന്ന ത്രിഗുണം, രജോ ഗുണവും തമോ ഗുണവും, അതുകൊണ്ട് ആണ് കൂടുതലും. സത്വഗുണത്തിൽ നിന്ന് ദോഷം വരാനൊന്നുമില്ല. അപ്പോ ഈ ഗുണങ്ങളിൽ നിന്നുണ്ടാകുന്ന അനർത്ഥങ്ങളെ അനുഭവിക്കേണ്ടിയും വരുന്നു. അനർത്ഥോപശമം സാക്ഷാൽ ഭക്തിയോഗമധോക്ഷജേ ലോകസ്യാജാനതോ വിദ്വാംശ്ചക്രേ സാത്വത സംഹിതം. അധോക്ഷജേ ഭഗവാൻകലുള്ള സാക്ഷാത്തായ ഭക്തിയോഗം, ഭക്തിയോഗത്തെ അനർത്ഥോപശമം അനർത്ഥത്തിനുള്ള ഉപശാന്തിക്കായിട്ട് എന്ന് പറഞ്ഞാൽ അനർത്ഥം ഇല്ലാതാക്കാനായിട്ട്, അജാനത മനസ്സിലാക്കാതെ, ലോകസ്യ ലോകത്തിനു വേണ്ടി, വിദ്വാൻ ജ്ഞാനിയായ വേദവ്യാസൻ, സാത്വത സംഹിതാം ഭാഗവതം എന്ന ഭക്തിയോഗ സംഹിതയെ ചക്രേ ഉണ്ടാക്കി. ഈശ്വരൻ ത്രിഗുണാതീതനാണ്. വാസ്തവത്തിൽ ജീവനും അങ്ങനെ തന്നെ. പക്ഷേ മായാവരണം നിമിത്തം, മായ കൊണ്ട് മൂടപ്പെട്ടത് കൊണ്ട് ജീവന് സ്വരൂപബോധമുണ്ടാകുന്നില്ല. അതിനാൽ അനർത്ഥം ഉണ്ടാവുകയും ചെയ്യുന്നു, സംസാര ക്ലേശം അനുഭവിക്കേണ്ടി വരുന്നു. ആകയാൽ ജീവൻ തികച്ചും മായയുടെ വലയത്തിൽ നിന്ന് മുക്തനാകേണ്ടിയിരിക്കുന്നു. അതിന് സാത്വികമൂർത്തിയായ ശ്രീകൃഷ്ണ പരമാത്മാവിൽ സമർപ്പിതമാകുന്ന ഭക്തി മാത്രമേ ഉതകുകയുള്ളൂ. ഈ വിധം ശ്രേയോ നിദാനമായുള്ള ഭക്തിയോഗത്തിലേക്ക് ജീവനെ എത്തിക്കുന്നത് ഭാഗവത സംഹിതയാണ്. ഈ വസ്തുതകളെ ഏകാഗ്രഭാവനയാൽ കണ്ടറിഞ്ഞ വ്യാസമുനി അജ്ഞരായ ആളുകളുടെ അനുഗ്രഹാർത്ഥം ശ്രീ മഹാഭാഗവതം രചിച്ചു. യസ്യാം വയേ ശ്രൂയമാണായാം കൃഷ്ണേ പരമപുരുഷേ ഭക്തിരുൽപദ്യതേ പുംസ ശോകമോഹഭയാപഹ. യാതൊരു ഈ സംഹിത കേൾക്കുന്ന സമയത്ത് പരമപുരുഷനായ കൃഷ്ണനിൽ തന്നെ ശോക മോഹ ഭയങ്ങളെ അകറ്റുന്ന ഭക്തി മനുഷ്യനുണ്ടാവുന്നു. സംഹിതാം ഭാഗവതിം കൃത്വാനുക്രമ്യജാത്മജ ശുഗമധ്യാവയാമാസ നിവൃത്തി നിരതം മുനി. ആ മഹർഷി വേദവ്യാസ ഭഗവാൻ
ഭഗവത് സംബന്ധമായ സംഹിതയെ ഉണ്ടാക്കി പരിശോധിച്ച് ചിട്ടപ്പെടുത്തി നിവൃത്തിമാർഗത്തിൽ തൽപരനും സുപുത്രനുമായ ശ്രീശുകനെ പഠിപ്പിച്ചു. സ്വാഭാവികമായിട്ടും ഇത് കേൾക്കുന്നവർക്കൊക്കെ സംശയമുണ്ടാകാം. ശൗനക മഹർഷിക്കും ഒരു സംശയം ജനിച്ചു. അദ്ദേഹം ആ സംശയം ആ അവസരത്തിൽ തന്നെ സൂത പൗരാണികനോട് ചോദിക്കുകയും ചെയ്തു. ഇതാണ് സംശയം, ശ്രദ്ധിക്കണം. സവൈ നിവൃത്തി നിരത സർവത്രോപേക്ഷകോ മുനി കസ്യവാ ബൃഹതീമേതാം ആത്മാരാമ സമഭ്യസത്. നിവൃത്തിമാർഗത്തിൽ താല്പര്യം ചേർന്നവനും എല്ലാറ്റിലും ഉപേക്ഷാഭാവം ഉള്ളവനും, എന്നുവെച്ചാൽ വൈരാഗി തന്നെ, ആത്മാവിങ്കൽ രമിച്ചുകൊണ്ടിരിക്കുന്നവനും ആത്മരഥനാണ്. ആ സുപ്രസിദ്ധനായ ശുകമുനി അതിവിസ്തൃതമായ ഈ സംഹിതയെ എന്തിനു വേണ്ടി അഭ്യസിച്ചു? അദ്ദേഹത്തിന് ഈ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളിലൊന്നും ശ്രദ്ധയില്ലാത്തവനാണ്, ആത്മാവിൽ തന്നെ രമിക്കുന്നവനാണ്. അങ്ങനെയുള്ള ശ്രീശുക ബ്രഹ്മർഷി എന്തിനു വേണ്ടിയാണ് ഈ സംഹിത പഠിച്ചത്? അത് പഠിക്കാൻ അദ്ദേഹത്തിന് പ്രേരണ ലഭിച്ചത് എന്തിൽ നിന്നാണ്? സൂതൻ ഇപ്രകാരം മറുപടി കൊടുത്തു. ആത്മാരാമശ്യമുനിയോ നിർഗ്രന്ഥാപ്യുരുക്രമേ കുർവന്ത്യഹേതുവിം ഭക്ത്യാമിത്തം ഭൂതഗുണോ ഹരി. മുനിമാർ ആത്മാരാമന്മാരാണ്, ഗ്രന്ഥങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരാണ്. എന്നാൽ കൂടി പുരുക്രമേ ഭഗവാനിൽ നിഷ്കാരണമായ ഭക്തിയെ പ്രകടിപ്പിക്കുന്നു. ഭാഗവതം ഭഗവാൻ തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പ്രത്യക്ഷ കൃഷ്ണയേവഹി. ആ ഭഗവാന്റെ ആകർഷണം കൊണ്ട് തന്നെയാണ് അത് ശ്രീശുക ബ്രഹ്മർഷി അഭ്യസിക്കാൻ ഇടവന്നത്. ഭഗവാൻ ഈ വിധത്തിലുള്ള ആകർഷക ഗുണം ചേർന്നവനാകുന്നു. ഹരേർ ഗുണാക്ഷിപ്തമതേർ ഭഗവാൻ ബാദരായണി അദ്യകാൻ മഹദാഖ്യാനം നിത്യം വിഷ്ണു ജനപ്രിയ. ഇപ്പൊ ബാദരായണൻ എന്ന് പറഞ്ഞത് വേദവ്യാസനാണ്. ബാദരായണി വേദവ്യാസന്റെ പുത്രനായ ശ്രീശുക ബ്രഹ്മർഷിയാണ്. എപ്പോഴും വിഷ്ണുഭക്തിയുള്ള ജനങ്ങളിൽ പ്രീതി ചേർന്ന മഹാനുഭാവനായ ശ്രീശുകൻ വിഷ്ണു ഭഗവാന്റെ ഗുണങ്ങളാൽ ആകൃഷ്ടചിത്തനായിട്ട് വിസ്തൃതമായ ഭാഗവതാഖ്യാനത്തെ അധ്യയനം ചെയ്തു. അതാണ് 11ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. പരീക്ഷിതോധരാജർഷേർ ജന്മകർമ്മവിലായനം സംസ്ഥാം ച പാണ്ഡുപുത്രാണാം വക്ഷ്യേ കൃഷ്ണകഥോദയം. അഥ ഇനിമേൽ പരീക്ഷിത്ത് എന്ന രാജർഷിയുടെ ജനനത്തെയും പ്രവർത്തനത്തെയും ചരമഗതിയെയും പാണ്ഡവന്മാരുടെ മഹാപ്രസ്ഥാനത്തെയും ശ്രീകൃഷ്ണ കഥകൾ തെളിഞ്ഞ് വരും പ്രകാരം പറഞ്ഞുകൊള്ളാം എന്ന് വ്യാസൻ തീരുമാനിക്കുന്നു. അങ്ങനെയാണ് കഥ പറഞ്ഞു തുടങ്ങിയത്. യഥാമൃതേ കൗരവസഞ്ജയാനാം വീരേഷ്വതോ വീരഗതിം ഗതേഷു മൃഗോദരാവിദ്ധഗതാഭിമർശ ഭഗ്നോരുദണ്ഡേ ധൃതരാഷ്ട്രപുത്രേ ഭർത്തൃപ്രിയം ദ്രൗണിരിസ്മ പശ്യൻ കൃഷ്ണാസുതാനം സ്വപതാം ശിരാംസി ഉപാഹരത് വിപ്രിയമേവ തസ്യ തജ്ജുഗുപ്സിതം കർമ്മ വിഗർഹയന്തി. യഥാ യാതൊരിക്കൽ കൗരവസൃഞ്ജയാനാം കുരുവംശക്കാരുടെയും സൃഞ്ജയവംശക്കാരുടെയും, സൃഞ്ജയവംശം എന്ന് പറഞ്ഞാൽ പാഞ്ചാലവംശം, കുരുവംശക്കാരുടെയും പാഞ്ചാലവംശക്കാരുടെയും വീരേഷു വീരപുരുഷന്മാർ മൃധേ യുദ്ധത്തിൽ വെച്ച് വീരഗതിം ഗതേഷു വീരസ്വർഗത്തെ പ്രാപിക്കവേ ധൃതരാഷ്ട്രപുത്രനായ ദുര്യോധനൻ
വൃകോദര വിദ്ധഗതാഭിഘാത. ഭീമൻ പ്രയോഗിച്ച ഗദാപ്രഹരത്താൽ പൊട്ടിത്തകർന്ന തുടയോടുകൂടിയവനായപ്പോൾ അഥോ അനന്തരം ദ്രൗണി അശ്വത്ഥാമാവ്, ദ്രോണരുടെ പുത്രൻ, ഭർത്തു യജമാനന് അതായത് ദുര്യോധനന്, പ്രിയം സ്മ ഇഷ്ടമായേക്കാം ഇതി പശ്യൻ എന്ന് കരുതിക്കൊണ്ട്, സ്വപതാം ഉറങ്ങിക്കിടക്കുന്ന കൃഷ്ണാസുതാനാം പാഞ്ചാലീപുത്രന്മാരുടെ ശിരാംസി തലകൾ ഉപാഹരത് അറുത്ത് കാഴ്ചവെച്ചു. ഭീമൻ പ്രയോഗിച്ച ഗദയുടെ പ്രഹരം കൊണ്ട് തുടയൊക്കെ പൊട്ടി തകർന്ന് കിടക്കുന്ന, മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ദുര്യോധനന്റെ അടുത്ത് അശ്വത്ഥാമാവ് പാഞ്ചാലിയുടെ പുത്രന്മാരുടെ തലകൾ അറുത്ത് കൊണ്ടുചെന്ന് കാഴ്ചവെച്ചു. തസ്യ അത് അവന് വിപ്രിയം ഇഷ്ടക്കേടായിട്ട് ഏവ തന്നെ സംഭവിച്ചു. അങ്ങനെ ചെയ്താൽ തന്റെ യജമാനന് ഇഷ്ടമാവും എന്ന് കരുതിയിട്ടാണ് അശ്വത്ഥാമാവ് അങ്ങനെ ചെയ്തത്. എന്നാൽ ദുര്യോധനന് അതൊട്ടും ഇഷ്ടമായില്ല. മാത്രമല്ല, അത് അങ്ങേയറ്റം ജുഗുപ്സിതം കർമ്മ വിഗ്രഹയന്തി, നിന്ദിതമായിട്ടുള്ള പ്രവൃത്തി, അതെല്ലാവരും വെറുക്കും. ദുര്യോധനും അതിൽ വെറുപ്പ് പ്രകടിപ്പിച്ചു. മാതശിശൂനം നിധനം സുതാനം നിശമ്യ ഘോരം പരിതപ്യമാന തദാരുദാഷ്പകലാകുലാക്ഷി താം സാന്ത്വയന്നാഹ കിരീടമാലി. അപ്പോൾ അമ്മയായ പാഞ്ചാലി ചെറു പൈതങ്ങളായ മക്കളുടെ അതിക്രൂരമായ അറുകൊലയെ കേട്ടറിഞ്ഞ് അത്യന്തം പരിതപിച്ചുകൊണ്ട് കണ്ണീർ കണങ്ങൾ മുറ്റിയ കണ്ണുകളോടുകൂടി വാവിട്ട് കരഞ്ഞു. അർജുനൻ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, തദാശുചസ്തേ പ്രമൃജാമി ഭദ്രേ യത് ബ്രഹ്മബന്ധോ ശിര ആതതായിന ഗാണ്ഡീവമുക്തേർ വിശിഖേരുവാഹരേ ത്വാക്രമ്യ യസ്നാസ്യസി ദഗ്ധപുത്ര. ഭദ്രേ, മംഗലാംഗി, ആയുധം ധരിച്ച് കൊലയും കൊള്ളിവെപ്പും നടത്തിയ നീച ബ്രാഹ്മണന്റെ ശിരസിനെ ഗാണ്ഡീവ ചാപത്തിൽ നിന്ന് തൊടുത്തുവിടപ്പെട്ട ശരങ്ങൾ കൊണ്ട് എപ്പോൾ ഞാൻ കൊണ്ടുവന്നേക്കുമോ അപ്പോൾ നിന്റെ ശോകാശുക്കളെ തുടയ്ക്കുന്നുണ്ട്. ആ ശിരസിനെ തന്നെ കീഴടക്കി, അതായത് അതിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് മക്കളുടെ ദഹന ക്രിയ ചെയ്തവളായിട്ട് നീ സ്നാനം ചെയ്യും. ഇങ്ങനെ അർജുനൻ ശപഥം ചെയ്തു. ഇതി പ്രിയാം വൽഗു വിചിത്ര ജൽപൈ സാന്ത്വയിത്വാച്യുതമിത്രസൂത അന്വാദ്രവദ്ദംശിത ഉഗ്രധന്വാകവിദ്വയോ ഗുരുപുത്രം രഥേന. ഇപ്രകാരം ഭംഗിയുള്ള അത്ഭുത വീരഭാഷണങ്ങളാൽ പത്നിയെ സമാധാനിപ്പിച്ച് ശ്രീകൃഷ്ണൻ ചങ്ങാതിയായും സാരഥിയായും ഇരിക്കുന്ന ആ അർജുനൻ പടക്കോപ്പുകൾ അണിഞ്ഞ് ഭീഷണമായ വില്ല് കയ്യിലെടുത്ത് തേരിലേറി അശ്വത്ഥാമാവിനെ പിന്തുടർന്ന് ഓടി. തമാപതന്തം സവിലക്ഷ്യ ദൂരാത് കുമാരോദ്വിഗ്ന മനാരഥേന പരാദ്രവത് പ്രാണവരേപ്സുരുർവ്യാം യാവത് ഗമം രുദ്രഭയാത് യഥാക. ആപതന്തം ഓടിയെടുക്കുന്ന, തം ആ അർജുനനെ, തന്റെ നേരെ വരുന്ന അർജുനനെ, ദൂരാത് അകലെ നിന്ന്, വിലക്ഷ്യ കണ്ടറിഞ്ഞ്, കുമാരഹ കുമാരന്മാരെ ഹനിച്ച, കുമാരന്മാരെ വധിച്ച, സ അവൻ അശ്വത്ഥാമാവ്, ഉദ്വിഗ്നമന പരിഭ്രാന്തചിത്തനായി, പ്രാണപരീപ്സു പ്രാണരക്ഷാർത്ഥിയുമായി, രുദ്രഭയാത് കയഥ രുദ്രഭയം കൊണ്ട് ബ്രഹ്മാവ് എന്ന പോലെ, ഉർവ്യാം ഭൂമിയിൽ, യാവത് ഗമം
പോകാവുന്നിടത്തോളം രഥേന തേരിൽ കയറി പരാന്തരവത് പരക്കം പാഞ്ഞു. ഇവിടെ ഒരു പുരാവൃത്തുണ്ട്, ഒരു പഴയ കഥ സൂചിപ്പിച്ചിട്ടുണ്ട്. പുത്രീ പരിരംഭണത്തിന് ഉദ്യുക്തനായ ബ്രഹ്മാവ് പരമശിവനെ ഭയന്ന് പലായനം ചെയ്ത ഒരു കഥ. അതാണ് രുദ്രഭയാൽ കയഥ, രുദ്രഭയത്താൽ ബ്രഹ്മാവ് എന്ന പോലെ എന്ന് സൂചിപ്പിച്ചത്. അങ്ങനെ പേടിച്ച് ഓടുകയാണ് അശ്വത്ഥാമാവ്. യഥാ ശരണമാത്മാന ഐക്ഷത ശാന്തവാചിനം അസ്ത്രം ബ്രഹ്മശിരോമേന ആത്മാത്രാണം നിജാത്മജ. യഥാശര ശരണമാത്മാനമൈക്ഷത ശാന്തവാചിനം അസ്ത്രം ബ്രഹ്മശിരോമേന ആത്മത്രാണം ദ്വിജാത്മജ. ബ്രാഹ്മണപുത്രനായ അശ്വത്ഥാമാവ് തളർന്നുപോയ കുതിരകളോടുകൂടിയവനായി. കുതിരയൊക്കെ ഓടി തളർന്ന് പിന്നീട് ഓടാൻ പറ്റാത്ത ഒരവസ്ഥയിലായി, രക്ഷയില്ലാത്തവനായി. തന്റെ നേരെ അടുത്തെത്തിക്കഴിഞ്ഞ അർജുനെ കണ്ടപ്പോൾ ബ്രഹ്മശിരസ് എന്ന അസ്ത്രത്തെ, ബ്രഹ്മാസ്ത്രത്തെ ആത്മത്രാണം ആയിട്ട്, ആത്മരക്ഷയ്ക്ക് വേണ്ടി മേനെ കരുതി അധോപസ്പൃശ്യ സലിലം സന്തതേ തത്സമാഹിത അജാനന്യുപസംഹാരം പ്രാണകൃച്ഛ ഉപസ്ഥിതേ. അനന്തരം ജലം കൊണ്ട് ആചമനം ചെയ്ത് മന്ത്രധ്യാനം ചെയ്ത് ഉപസംഹാരത്തെ അറിഞ്ഞുകൂടാത്തവനെങ്കിലും ജീവാപായം അടുത്തണഞ്ഞിരിക്കും വേളയിൽ അതിനെ തൊടുത്തു വിട്ടു. ബ്രഹ്മാസ്ത്രത്തെയാണ് പ്രയോഗിച്ചത്. ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാനല്ലാതെ അത് ഉപസംഹരിക്കാൻ അശ്വത്ഥാമാവിനെ അറിഞ്ഞുകൂടായിരുന്നു. അർജുനന് ദ്രോണർ പല അസ്ത്രങ്ങളും ഉപദേശിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ ബ്രഹ്മാസ്ത്രം ഉപദേശിച്ചു കൊടുക്കുന്നത് ദൂരെ നിന്ന് മനസ്സിലാക്കിയ അശ്വത്ഥാമാവിന് ദ്രോണർ ആ അസ്ത്രപ്രയോഗം പറഞ്ഞു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ഉപസംഹരിക്കാനും അറിയുകയില്ല. അതേസമയത്ത് അർജുനൻ ദ്രോണന്റെ ഏറ്റവും പ്രിയപ്പെട്ട വത്സല ശിഷ്യനാണ്. അർജുനൻ അത് ഉപദേശിച്ചിട്ടുമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ അസ്ത്രം ഉപസംഹരിക്കേണ്ടത് എന്നറിഞ്ഞുകൂടാത്ത അശ്വത്ഥാമാവ് തന്റെ പ്രാണരക്ഷാർത്ഥം അർജുനന്റെ നേർക്ക് ആ അസ്ത്രം പ്രയോഗിച്ചു. തതഃ പ്രാദുഷ്കൃതം തേജ പ്രചണ്ഡം സർവതോദിശം പ്രാണാപദമഭിപ്രേക്ഷ്യ വിഷ്ണും ജിഷ്ണുരുവാചക. ആ അസ്ത്രം പ്രയോഗിച്ചപ്പോൾ അതിൽ നിന്ന് പൊട്ടിച്ചിതറിപ്പെട്ട എല്ലാ ദിക്കിലും പരന്ന അത്യുഗ്രമായ ജീവാപായകരമായ തേജസ്സിനെ നേരിൽ കണ്ടിട്ട് അർജുനൻ പരിഭ്രമിച്ചു. ശ്രീകൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ കൃഷ്ണ മഹാഭാഗ ഭക്താനാമഭയങ്കര ത്വമേകോ ദഹ്യമാനാനാമപവർഗോസി സംസൃതേ. ഹേ കൃഷ്ണ, കൃഷ്ണ മഹാത്മശാലിൻ, ഭക്തന്മാർക്ക് അഭയം പ്രദാനം ചെയ്യുന്ന ഭഗവൻ, സംസാരതാപത്താൽ ദഹിക്കുന്നവർക്ക് മുക്തിയേകുന്നവൻ നിന്ദിരമാടി മാത്രമാകുന്നു. മറ്റൊരാളും രക്ഷിക്കാനില്ല. ത്വമാദ്യ പുരുഷ സാക്ഷാൽ ഈശ്വര പ്രകൃതേപര മായാം വ്യുതസ്യ ചിച്ഛക്തിയോ കൈവല്യേ സ്ഥിതാത്മനി. പ്രകൃതിയിൽ നിന്ന് അതീതനായിട്ടുള്ള ആദിയിങ്കലുള്ള പുരുഷൻ, വിരാട് പുരുഷൻ, സാക്ഷാത്തായ ഈശ്വരൻ, അത് അങ്ങന്ന് മാത്രമാണ്. വിശുദ്ധാത്മജ്ഞാനശക്തിയാൽ മായയെ അകറ്റി കേവലാത്മകമായ ആത്മസ്വരൂപത്തിൽ വാണരുളുന്ന അങ്ങന്ന് സയേവ ജീവലോകസ്യ മായാമോഹിതചേതസ വിതൽസേ സ്വേന വീര്യേണ ശ്രേയോ ധർമാതിലക്ഷണം. ആ നിന്ദിരോടെ തന്നെ സ്വകീയമായ പ്രഭാവം കൊണ്ട്
മായയാൽ മോഹിപ്പിക്കപ്പെട്ട മനസ്സോടുകൂടിയ ജീവരാശിക്ക് ധർമാദികളുടെ സ്വരൂപത്തോടുകൂടിയ പുരുഷാർത്ഥത്തെ ഉണ്ടാക്കി കൊടുക്കുന്നു. തഥായം ചാവതാരസ്തേ ഭുവോ ഭാരതീർഷയാ സ്വാനാം ചാനന്യഭാവാനാം അനുധ്യാനായ ചാസകൃത്. അങ്ങനെ ഭൂമിയുടെ ഭാരം നീക്കിക്കളയാനുള്ള ഇച്ഛയാൽ ചെയ്തിട്ടുള്ള അങ്ങയുടെ ഈ അവതാരങ്ങളെ ആകട്ടെ സ്വജനങ്ങൾക്കും അന്യഭാവനയില്ലാത്ത ഏകാന്ത ഭക്തന്മാർക്കും പലപ്പോഴും നിരന്തര ധ്യാനത്തിനായും ഉതകുന്നു. കിമിതം സ്വിത്കുതോ വേദി ദേവദേവ നവേദ്മ്യഃ സർവതോമുഖമായാതി തേജ പരമദാരുണം. നോക്കൂ, ഇതെന്താണെന്നോ എവിടെ നിന്നുള്ളതാണെന്നോ ഹേ ദേവദേവ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതിഘോരമായ തേജസ് എല്ലായിടവും പരന്ന് എന്റെ നേർക്ക് അണയുന്നു. ഇങ്ങനെ അർജുനൻ പറഞ്ഞപ്പോഴ് ശ്രീ ഭഗവാൻ പറഞ്ഞു, വേത്തേദം ദ്രോണപുത്രസ്യ ബ്രഹ്മവസ്ത്രം പ്രദർശിതം നൈവാസോ വേദസംഹാരം പ്രാണബാധ ഉപസ്ഥിതേ. ഇത് അശ്വത്ഥാമാവിന്റെ ബ്രഹ്മാസ്ത്രമാണ്. പ്രാണസങ്കടം നേരിട്ടപ്പോഴ് പ്രദർശിപ്പിക്കപ്പെട്ടത് മാത്രമാണ് എന്നറിയുക. ഇവന് ഇത് പ്രതിസംഹരിക്കേണ്ടത് എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ. നഹ്യസ്യന്യതമം കിഞ്ചിദസ്ത്രം പ്രത്യവകർശനം ജഹ്യസ്ത്രതേജ ഉന്നദ്ധ അസ്ത്രജ്ഞേ ഹ്യസ്ത്രതേജസ. നഹ്യസ്യന്യതമം കിഞ്ചിദസ്ത്രം പ്രത്യവകർശനം ജഹ്യസ്ത്രതേജ ഉന്നദ്ധമസ്ത്രജ്ഞോ ഹ്യസ്ത്രതേജസ. വേറിട്ട് ഏതെങ്കിലും ഒരു അസ്ത്രം അമർച്ച ചെയ്യുന്നതിനായിട്ട് ഇതിനില്ലല്ലോ. മറ്റൊരസ്ത്രമാണെങ്കിൽ അതിനെ വേറെ ഏതെങ്കിലും അസ്ത്രം പ്രയോഗിച്ച് അതിൻ്റെ ഗതിയെ തടസ്സപ്പെടുത്താം. പക്ഷെ പ്രചണ്ഡമായ ബ്രഹ്മാസ്ത്ര തേജസ്സിനെ ബ്രഹ്മാസ്ത്ര തേജസ് കൊണ്ട് മാത്രമേ നശിപ്പിക്കാൻ പറ്റൂ. നീ അസ്ത്രവിദ്യയെല്ലാം അറിഞ്ഞിട്ടുള്ളവനാണല്ലോ. ഇങ്ങനെ ഭഗവാൻ പറഞ്ഞു. തുടർന്ന് എന്ത് സംഭവിച്ചു എന്ന് സൂതൻ പറഞ്ഞു തരുന്നു. ശ്രുത്വാ ഭഗവതാ പ്രോക്തം ഫാൽഗുനാൻ പരവീരഃ സൃഷ്ട്വാവസ്ഥം പരിക്രമ്യ ബ്രാഹ്മം ബ്രഹ്മായ സന്തതേ. ശത്രുവീരന്മാരുടെ ഹന്താവായ അർജുനൻ ശ്രീകൃഷ്ണനാൽ ഉര ചെയ്യപ്പെട്ടത് കേട്ടിട്ട് ജലത്തെ ആചമനം ചെയ്ത് ഭഗവാനെ പ്രദക്ഷിണം വെച്ച് ബ്രഹ്മാസ്ത്രത്തിന് എതിരായി ബ്രഹ്മാസ്ത്രത്തെ തന്നെ തൊടുത്തുവിട്ടു. സംഹത്യന്യോന്യമുഭയോസ്തേജസീ ശരസംവൃതേ ആവൃത്യരോധസീഹം ച വവൃതാദേർക്കവന്യവത്. ഇരുവരുടെയും അസ്ത്രങ്ങൾ കൂട്ടിമുട്ടി ആ പ്രദേശം മുഴുവൻ തേജസ് കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടു. തമ്മിൽ തമ്മിൽ ഏറ്റുമുട്ടി സൂര്യനും അഗ്നിയും കൽപ്പാന്ത കാലത്ത് എന്ന പോലെ ഭൂമിയെയും ആകാശത്തെയും അന്തരീക്ഷത്തെയും ആവരണം ചെയ്ത് തേജസ് വളർന്നു വന്നു. ദൃഷ്ട്വാസ്ത്ര തേജസ്തുതയോ സ്ത്രീം ലോകാൻ പ്രദഹന്മഹ്യമാന പ്രജാ സർവാ സാംവർത്തകമം സദാ. അവരിരുവരുടെയും മഹത്തായ അസ്ത്രജ്വാലകളെ 3 ലോകത്തെയും ദഹിപ്പിക്കുന്നതായി കണ്ടിട്ട് ദഹിപ്പിക്കപ്പെട്ടു തുടങ്ങിയ എല്ലാ ജനങ്ങളും പ്രളയാഗ്നിയാണ് എന്ന് കരുതി പ്രജോപപ്ലവമാലക്ഷ്യ ലോകവ്യതികരഞ്ജതം മതം ച വാസുദേവസ്യ സഞ്ജഹാരാർജുനോദ്വയം. ജനതയ്ക്ക് നേരിട്ട ആപത്തിനെയും ലോകത്തിനുണ്ടായ തകർച്ചയെയും ശ്രീകൃഷ്ണ ഭഗവാന്റെ അഭിപ്രായത്തെയും മനസ്സിലാക്കിയിട്ട് അർജുനൻ രണ്ടിനെയും വേണ്ടതുപോലെ തിരികെ പിൻവലിച്ചു.
തത് ആസാദ്യ സരസാദാരുണം ഗൗതമീസുതം ബബന്ധാമർഷതാം രാക്ഷ പശും രചനയായഥാ. അതിനുശേഷം കോപം കൊണ്ട് കണ്ണ് ചുകന്നിരിക്കുന്ന അർജുനൻ ഭയങ്കരനായ അശ്വത്ഥാമാവിനെ ശീഘ്രതയിൽ എത്തിപ്പിടിച്ച് ഒരു പശുവിനെ പോലെ കയറുകൊണ്ട് കെട്ടിയിട്ടു. ശിബിരായ നിനീഷന്തം ദാംനാബദ്ധ്വാരിവും ബലാത് പ്രാഹാർജുനം പ്രകുപിതോ ഭഗവാനംബുജേക്ഷണ. അങ്ങനെ ശത്രുവിനെ ബലാത്കാരേണ കയറുകൊണ്ട് കെട്ടിയിട്ട് പടകുടീരത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന അർജുനനോട് താമരക്കണ്ണനായ ശ്രീകൃഷ്ണ ഭഗവാൻ അതികോപം നടിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: മൈനം പാർത്ഥാർഹസി ത്രാതും ബ്രഹ്മബന്ധുമിമം ജഹി യോസാവനാഗസസുപ്താനവധീൻ നിശിബാലകൻ. അല്ലയോ അർജുന, ഇവനെ രക്ഷിക്കേണ്ടതില്ല, ഇവനെ രക്ഷിക്കാൻ നീ അർഹനല്ല. പ്രാണാധമനായ ഇവനെ കൊന്നുകളയുക. ഉറങ്ങിക്കിടക്കുന്ന നിരപരാധികളായ കിടാങ്ങളെ രാത്രി നേരത്ത് വെട്ടിക്കുന്നത് യാതൊരുവനാണോ? അങ്ങനെയുള്ള ഈ അശ്വത്ഥാമാവിനെ വെച്ചു പൊറുപ്പിക്കരുത്. മത്തം പ്രമത്തം ഉന്മത്തം സുപ്തം ബാലം സ്ത്രീയം ജഡം പ്രപന്നം വിരഥം ഭേദം നരിപം ഹന്തി ധർമ്മവിദ്. മദ്യ ലഹരിയുള്ളവനെ, ശ്രദ്ധ വെക്കാതെ നിൽക്കുന്നവനെ, ഭ്രാന്ത് പിടിച്ചവനെ, ഉറങ്ങിയവനെ, കുട്ടിയെ, സ്ത്രീയെ, ഒതുങ്ങിയിരിക്കുന്നവനെ, ശരണാഗതനെ, ഭയന്നവനെ, ഇങ്ങനെയുള്ള ആളുകളെ ആരെയും തന്നെ ശത്രുവാണെന്ന് വന്നാലും ധർമ്മജ്ഞൻ കൊല്ലുകയില്ല. സ്വപ്രാണസ്യ പരപ്രാണൈ പ്രപുഷ്ണാത്യഘ്നഖല തദ്വധസ്തസ്യ ഹി ശ്രേയോ യദ്ദോഷാദാത്യഥ പുമാൻ. യാതൊരു ദുഷ്ടൻ നിർദയനായിട്ട് സ്വജീവിതത്തെ പരജീവിതത്താൽ പുഷ്ടിപ്പെടുത്തുന്നുവോ അത്തരക്കാരെ കൊല്ലുന്നത് അവന് തന്നെ ഗുണമാണ്. എന്തെന്നാൽ ദോഷനിമിത്തം ആ മനുഷ്യൻ വീണ്ടും താഴോട്ട് പോകും. പ്രതിശ്രുതം ച ഭവതാ പാഞ്ചാലി ശൃണ്വതോ മമ ആഹിർഷ്യേ ശിരസ്തസ്യ യത്തേ മാനിനി പുത്രഃ. ഞാൻ കേൾക്കെ നീ പാഞ്ചാലിക്ക് വാക്കുകൊടുത്തു. മാനവതി, നിന്റെ പുത്രനെ കൊന്നവൻ യാതൊരുത്തനാണോ അവന്റെ തല ഞാൻ കൊണ്ടുവരാം എന്നു പറഞ്ഞിട്ടാണ് പോന്നത്. തദസൗ വധ്യതാം പാപ ആദതായി ആത്മബന്ധുഹാ ഭർത്തുശ്ച വിപ്രിയം വീരകൃതവൻ കുലവംസന. അല്ലയോ വീര, അതുകൊണ്ട് സ്വപുത്രന്മാരെ കൊന്ന ആയുധധാരിയായ ഈ പാവി വധിക്കപ്പെട്ടാലും കുലം കെടുത്തിയ ഇവൻ തന്റെ യജമാനും ഇഷ്ടക്കേടുണ്ടാക്കിയവനാണ്. സൂതൻ തുടർന്ന് പറയുകയാണ്: ഏവം പരീക്ഷിതാധർമ്മം പാർത്ഥ കൃഷ്ണേന ചോദിത നൈശ്ചന്ധം ഗുരുസുതം യത്യപ്യാത്മഹനം മഹാൻ. ഇങ്ങനെയൊക്കെ കൃഷ്ണൻ പറഞ്ഞു. എന്തൊക്കെയാ പറഞ്ഞത്? ഉറങ്ങിക്കിടക്കുന്നവനെ അങ്ങനെ കൊന്ന ആളാണിവൻ. ധർമ്മജ്ഞനാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. മാത്രമല്ല, നീ പാഞ്ചാലിക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്, ആ വാക്ക് പാലിക്കേണ്ടതാണ്, അല്ലെങ്കിൽ സത്യവിരോധമാവും. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു. എങ്കിലും മഹത്വമുള്ള കുന്തിപുത്രൻ ഈ വിധം ധർമ്മനിഷ്ഠയെ പരീക്ഷിക്കുന്ന ശ്രീകൃഷ്ണനാൽ പ്രേരിതനായിട്ട് ആത്മതുല്യരായ തന്റെ മക്കളെ കൊന്നവൻ ആണെന്നിരിക്കലും ഗുരുപുത്രനെ വധിക്കാൻ കൂട്ടാക്കിയില്ല. ഭഗവാൻ അശ്വത്ഥാമാവിനെ കൊല്ലാൻ പ്രേരിപ്പിച്ചത് അർജുനന്റെ ധർമ്മനിഷ്ഠ പരീക്ഷിച്ചു നോക്കാനായിരുന്നു. ആദതായിയായ ബ്രാഹ്മണാധവനെ കൊല്ലുന്നത് ധർമ്മശാസ്ത്ര സമ്മതമാണ്. പോരെങ്കിൽ ഇത്
രാജഹസ്തത്താലുള്ള ദണ്ഡനമാകിയാൽ അവന് സൽഗതിയും വന്നു ചേരും. അർജുനൻ രാജാവാണ്. തെറ്റ് ചെയ്തവനെ ശിക്ഷിക്കുന്നത് ആശാസ്യമാണ്. മാത്രമല്ല പാഞ്ചാലിയോട് വാക്കുകൊടുത്തു അവന്റെ തല അറുത്തു കൊണ്ടുവരുമെന്ന്. ഇങ്ങനെയൊക്കെ ഭഗവാൻ പറഞ്ഞ് പ്രേരിപ്പിച്ചു. എന്നിട്ടും അർജുനൻ അശ്വത്ഥാമാവിനെ വധിച്ചില്ല. പക്ഷേ അർജുനന്റെ നില തെറ്റിയില്ലെന്നർത്ഥം. എന്തുമാകട്ടെ, അശ്വത്ഥാമാവ് ഗുരുവിന്റെ പുത്രനാണ്. ഗുരുവിനോടുള്ള കടമ എല്ലാറ്റിലും വെച്ച് വലുതാണ്. അതുകൊണ്ട് ഗുരുവധം അരുത് എന്ന് തന്നെ അർജുനൻ മനസ്സാ നിർണയിച്ചു. ഈ ധർമ്മ പരീക്ഷയിൽ വിജയം വരിച്ചു. അഥോ വേത്യസ്വശിബിരം ഗോവിന്ദ പ്രിയസാരഥി നിവേദേത്തം പ്രിയായേശോജന്ത്യ ആത്മയാൻ ഹതാൻ. അതിനുശേഷം തന്റെ ശിബിരത്തിലേക്ക് ശ്രീകൃഷ്ണൻ ചങ്ങാതിയും സാരഥിയുമായിരിക്കുന്ന അർജുനൻ എത്തിച്ചേർന്ന് കൊല്ലപ്പെട്ട മക്കളെക്കുറിച്ച് ദുഃഖിച്ചിരിക്കുന്ന പ്രിയപത്നിക്ക് അവനെ സമർപ്പിച്ചു. കയറുകൊണ്ട് വരിഞ്ഞു കെട്ടി പാഞ്ചാലിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി. തഥാഹൃതം പശുത്പാശബദ്ധമവാങ്മുഖം കർമ്മജുഗുപ്സിതേന നിരീക്ഷ്യ കൃഷ്ണാപമൃതം ഗുരോസുതം വാമസ്വഭാവ കൃപയാ നനാമച. പശുവിനെ പോലെ കയറുകൊണ്ട് ബന്ധിക്കപ്പെട്ടവനായിട്ട് ആ വിധത്തിൽ പിടിച്ച് കൊണ്ടുവരപ്പെട്ടവനും നിന്ദിതമായ പ്രവൃത്തി ചെയ്യാൽ മുഖം കുരിച്ചു നിൽക്കുന്നവനും അപകാരം വരുത്തി വെച്ചവനുമായ ഗുരുപുത്രനെ കണ്ടിട്ട് സൽസ്വഭാവമെഴുന്ന ദ്രൗപദി കരുണയോടെ നമസ്കരിക്കുകയാണുണ്ടായത്. ഉവാചാസഹന്തസ്യ ബന്ധനായനം സതി മുച്യതാമേഷ ബ്രാഹ്മണോ നിതരാംഗുരു. സൗശീല്യം ഏറുന്ന പാഞ്ചാലി ഇവന്റെ ബന്ധനത്തോടെയുള്ള കൊണ്ടുവരവിനെ കണ്ടു പൊറുക്കാനാവാതെ ഇങ്ങനെ പറഞ്ഞു, വിട്ടയക്കുക വിട്ടയക്കുക. ഇദ്ദേഹം ബ്രാഹ്മണനാണ്, അതിലുമുപരി ആചാര്യനാണ്. സരഹസ്യോ ധനുർവേദ സവിസർഗോപസംയമ അസ്ത്രഗ്രാമശ്ച ഭവതാ ശിക്ഷിതോ യദനുഗ്രഹാൻ സയേഷ ഭഗവാൻ ദ്രോണ പ്രജാരൂപേണ വർത്തതേ തസ്യാത്മനോർദ്ധം പത്ന്യസ്തേ നാന്വഗാത് വീരസൂകൃവീ. രഹസ്യമന്ത്രങ്ങളോടുകൂടിയ ധനുർവേദം, ആയുധവിദ്യകൾ മുഴുവൻ, പ്രയോഗ സംഹാരങ്ങളോടുകൂടിയ അസ്ത്രസമൂഹവും, അത് ആരിൽ നിന്നാണോ അർജുനൻ ഗ്രഹിച്ചത് ആ മഹാനുഭാവനായ ദ്രോണരുടെ അനുഗ്രഹം കൊണ്ട് അർജുനൻ ഇതൊക്കെ അഭ്യസിക്കാൻ സാധിച്ച നിലയ്ക്ക് ആ ദ്രോണന്റെ പുത്രനായ അശ്വത്ഥാമാവിനെ വധിക്കുന്നത് ഒരിക്കലും ശരിയല്ല എന്ന് പാഞ്ചാലി അർജുനനെ ധരിപ്പിച്ചു. സർവജ്ഞനായ ആ ദ്രോണാചാര്യർ പുത്രരൂപത്തിൽ ഇതാ നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരാർദ്ധമായ പത്നി ഇരിപ്പുണ്ട്. വീരമാതാവായ കൃപി ദ്രോണപത്നി ഭർത്താവിനെ അനുഗമിച്ചിട്ടില്ല, സതി അനുഷ്ഠിച്ചിട്ടില്ല. തദ്ധർമ്മജ്ഞ മഹാഭാഗ ഭവദ്ഭേർഗൗരവം കുലം വൃജിനം നാർഹതി പ്രാപ്തും പൂജ്യം വന്ദ്യമഭീഷ്ണശ. ആകയാൽ ധർമ്മജ്ഞനായി മഹാമഹിമയുള്ള ഭർത്താവെ, എല്ലായ്പ്പോഴും പൂജിക്കത്തക്കതും വന്ദിക്കത്തക്കതുമായ ഗുരുവിനെ സംബന്ധിച്ച വംശം അങ്ങ് നിമിത്തം സങ്കടത്തെ അനുഭവിപ്പാൻ ഇടയാകരുത്. മാ രോദീതസ്യ ജനനീ ഗതമീ പ്രതിദേവതാ യഥാഹം കൃതവത്സാർത്ഥ രോദീമ്യശ്വമുഖീ മുഹു. തന്റെ അനുഭവം വെച്ചുകൊണ്ട് തന്നെയാണ് പാഞ്ചാലി പറയുന്നത്.
മക്കൾ മരിച്ചിട്ട് ദുഃഖിതയായി കണ്ണീർ വാർന്നൊഴുകുന്ന മുഖത്തോടുകൂടി ഞാൻ വീണ്ടും വീണ്ടും കരയുന്നത് പോലെ ഇദ്ദേഹത്തിന്റെ അമ്മയും പതിവ്രതയുമായ കൃപി കരയരുത്. കോപിതം ബ്രഹ്മകുലം രാജന്യേർ അകൃതാത്മഭി തൽക്കുലം പ്രദഹത്യാശു സാനുബന്ധം ശുചാർപ്പിതം. അസംസ്കൃതചിത്തരായ ക്ഷത്രിയന്മാരാൽ പ്രകോപിപ്പിക്കപ്പെട്ട ബ്രാഹ്മണ വംശം ആ ക്ഷത്രിയയുടെ വംശത്തെ അവർക്ക് വേണ്ടപ്പെട്ട ആളുകളോടുകൂടെ ശോകത്താൽ അഭിവ്യാപ്തമാക്കി ഉടനടി നീറ്റിക്കളയുന്നു. സൂതൻ തുടർന്ന് പറയുകയാണ്, ധർമ്മം ന്യായം സകരുണം നിർവ്യളീകം സമം മഹത് രാജാ ധർമ്മസുതോ രാജ്ഞ പ്രത്യനന്ദധ്വജോദ്വിജ. അല്ലയോ ബ്രാഹ്മണരെ, ധർമ്മത്തിൽ നിന്ന് തെറ്റാത്തതും നീതിയിൽ നിന്ന് ഇളകാത്തതും കരുണയോട് ചേർന്നതും കപടം അകന്നതും സമഭാവനയുള്ളതും മഹത്വം ഉൾക്കൊണ്ടതുമായ രാജ്ഞിയുടെ വചനത്തെ രാജാവായ ധർമ്മപുത്രർ അഭിനന്ദിച്ചു. വചോഗുണങ്ങൾ 6 പാഞ്ചാലിയുടെ വാക്കിലുണ്ടായിരുന്നു. ധർമ്മം, ന്യായം, കരുണ, നിഷ്കപടത, സമത്വം, മഹത്വം. ഇങ്ങനെ 6 ഗുണങ്ങൾ. വിട്ടയക്കുക എന്ന് പറയുന്നതിൽ നിന്ന് ധർമ്മം. ധനുർവേദം അഭ്യസിപ്പിച്ച ഗുരുവിന്റെ പുത്രനാണ് എന്നതിൽ ന്യായബോധം. ഗുരുപത്നി ജീവനോടെയിരിക്കുന്നു എന്നതിൽ കരുണ. ധർമ്മജ്ഞനായ ഭവാൻ നിമിത്തം ഗുരുകുലം നശിക്കരുത് എന്നതിൽ നിഷ്കപടത. കൃപി, പുത്രദുഃഖം കൊണ്ട് എന്നെ പോലെ കരയാനിടയാകരുത് എന്നതിൽ സമഭാവന. ബ്രാഹ്മണരെ പ്രകോപിപ്പിക്കുന്നത് നന്നല്ല എന്നതിൽ മഹത്വത്തിന്റെ ലക്ഷണം. ഇതൊക്കെ കണ്ടിട്ടാണ് ധർമ്മപുത്രർ പാഞ്ചാലിയുടെ ഈ വാക്കുകളെ അഭിനന്ദിച്ചത്. നകുലസഹദേവശ്ച യുധാനോ ധനഞ്ജയ ഭഗവാൻ ദേവകീ പുത്രോ യേജന്യേയാശ്ചയോഷ്രിത. നകുലനും സഹദേവനും, സാത്വികി, അർജുനൻ, ദേവകീപുത്രനായ ശ്രീകൃഷ്ണ ഭഗവാൻ, പിന്നെ അവിടെ ഉണ്ടായിരുന്ന സകല ആളുകളും, അവിടെ ഉണ്ടായിരുന്ന സ്ത്രീജനങ്ങൾ എല്ലാവരും പാഞ്ചാലിയുടെ വാക്ക് കേട്ട് പാഞ്ചാലിയെ അഭിനന്ദിച്ചു. ആ സമയത്ത് തത്ര ആഹാമർഷിതോ ഭീമ തസ്യ ശ്രേയാൻ വദസ്മൃത ന ഭർത്തോ നാൽമനശ്ചാർത്ഥേ യോഹൻ സുപ്താൻ ശിശൂൻ വൃഥ. ഭീമസേനൻ മാത്രം അവിടെ കോപം മുഴുതിരിക്കുന്ന ഭീമസേനൻ പറഞ്ഞു, യാതൊരുത്തൻ ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളെ യജമാനന്റെയുമല്ല തന്റെയും ആവശ്യത്തിനല്ല വെറുതെ വൃഥ കൊന്നുകളഞ്ഞുവോ അങ്ങനത്തവന് വധം ശ്രേയസ്കരമാണ് എന്ന് നിരൂപിക്കപ്പെട്ടിരിക്കുന്നു. ഇവൻ വധ്യനാണ്. നിശമ്യ ഭീമഗതിതം ദ്രൗപദ്യാശ്ചതുർഭുജ ആലോക്യപതനം സഖ്യൂരിതമാഹസന്നിവ. ഇതൊക്കെ കേട്ട് ദ്രൗപദിയുടെയും ഭീമന്റെയും അവനെ വധിക്കണമെന്നും വധിക്കണ്ട എന്നും അങ്ങനെയുള്ള വാക്കുകളൊക്കെ കേട്ട് ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഭീമസേനൻ പറഞ്ഞതിനെയും പാഞ്ചാലിയുടെ വാക്കിനെയും കേട്ടിട്ട് 4 തൃക്കരങ്ങളും ആവിഷ്കരിച്ച ശ്രീകൃഷ്ണൻ, ചതുർഭുജനായ ശ്രീകൃഷ്ണൻ ചങ്ങാതിയുടെ മുഖത്തേക്കൊന്ന് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു. ശ്രീകൃഷ്ണ ഉവാച. ശ്രീകൃഷ്ണൻ പറഞ്ഞു, ബ്രഹ്മബന്ധോ നഹന്തവ്യ ആദതായി വദാർഹണ മയേവോദയമനാഥം പരിവാഹ്യാനുശാസനം. ബ്രാഹ്മണ കുലത്തിൽ പിറന്നവൻ കൊല്ലപ്പെട്ടുകൂടാ.
ആയുധമെടുത്ത് ആക്രമണത്തിന് വരുന്നവൻ വധാർഹനുമാകുന്നു. ഇത് രണ്ടും എന്നാൽ തന്നെ ശാസ്ത്രത്തിൽ വിധിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ശാസ്ത്രവിധിയെ മാനിച്ചാലും കുരുപ്രതിശ്രുതം സത്യ യത്തൽ സാന്ത്വതയാ പ്രിയം ച ഭീമസേനസ്യ പാഞ്ചാല്യാ മഹ്യമേവ ച. പത്നിയെ ആശ്വസിപ്പിച്ചിരുന്നതിനാൽ നിന്നാൽ യാതൊന്ന് പ്രതിജ്ഞ ചെയ്യപ്പെട്ടിരുന്നുവോ ആ സത്യത്തെയും ഭീമസേനും പാഞ്ചാലിക്കും എനിക്ക് തന്നെയും ഇഷ്ടമായുള്ളതിനെയും നിറവേറ്റുക. അർജുന സഹസാജ്ഞായ ഹരേർഹാർദമഥാസിന മണിഞ്ജഹാരമൂർധന്യം ദ്വിജസ്യ സഹമൂർധജം. ഭഗവാന്റെ വാക്കുകളുടെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് അർജുനൻ തന്റെ കയ്യിലുള്ള വാളുകൊണ്ട് ബ്രാഹ്മണന്റെ ശിരസിലുള്ള രത്നത്തെ കുടുമയോടെ മുറിച്ചെടുത്തു. വിമുച്യരശനാബദ്ധം ബാലഹത്യാഹതപ്രഭം തേജസാ മണിനാഹീനം ശിബിരാൻ നിരയാപയത്. ബാലവധം ഹേതുവായിട്ട് നഷ്ടപ്രഭനായിരിക്കുന്നവൻ, കയറുകൊണ്ട് ബന്ധിക്കപ്പെട്ടവൻ, അവനെ അഴിച്ചുവിട്ട് തേജസ് കൊണ്ടും ശിരോരത്നം കൊണ്ടും വേർപെട്ടവനാക്കി കുടീരത്തിൽ നിന്ന് പറഞ്ഞയച്ചു. അശ്വത്ഥാമാവിനെ കെട്ടഴിച്ചു വിട്ടു. ചൂടാരത്നം ചൂഴ്ന്നെടുത്തുകൊണ്ട് പവനം ദ്രവിണാദാനം സ്ഥാനാൻ നിര്യാപണം തഥാ ഏഷ ഹി ബ്രഹ്മബന്ധൂനാം വധോ നന്യോസ്ഥിതൈക. തല മൊട്ടയടിക്കുക, സ്വത്ത് പിടിച്ചു പറ്റുക, അപ്രകാരം സ്ഥാനത്ത് നിന്ന് നീക്കിക്കളയുക, ഇത് തന്നെയാണ് ബ്രാഹ്മണ അധമന്മാർക്ക് വധശിക്ഷയ്ക്ക് പകരം നിൽക്കുന്നത്. വേറിട്ട് ശാരീരികമായ വധം ആവശ്യമില്ല. പുത്രശോകാതുരാ സർവേ പാണ്ഡവാ സഹകൃഷ്ണയാ സ്വാനാം മൃതാനാം യൽകൃത്യം ചക്രോർ നിർഹരണാധികം. പാഞ്ചാലിയുടെ കൂടെ പുത്രദുഃഖത്താൽ പരവശരായി ഭവിച്ച പാണ്ഡവന്മാർ എല്ലാവരും മരിച്ചുപോയ സ്വജനങ്ങളുടെ ശവദാഹാദിയായ കൃത്യം യാതൊന്നോ അതെല്ലാം ചെയ്തു. ശ്രീ നാരദോപദേശത്താൽ അകത്തെളിവാർന്ന വേദവ്യാസൻ ശ്രീമദ് ഭാഗവത സംഹിതയുണ്ടാക്കി ആദ്യം സ്വന്തം പുത്രനും സർവസംഘ പരിത്യാഗിയുമായ ശുകമഹർഷിയെ പഠിപ്പിച്ചു. അദ്ദേഹം പരീക്ഷിത്ത് മഹാരാജാവിനെയും ഈ വഴിക്ക് വിശുദ്ധമായ ഭക്തിയോഗം ഭൂമിയിൽ പ്രചരിപ്പിച്ചു. പരീക്ഷിത്ത് രാജാവിന്റെ ജനനാദികൾ കേൾക്കാൻ ശൗനകാദി ഋഷീശ്വരന്മാർ സൂതനോട് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. അതനുസരിച്ച് പരീക്ഷിത്ത് കഥയ്ക്ക് ഉപോദ്ഘാതമായി ഭാരത യുദ്ധാനന്തരമുണ്ടായ അശ്വത്ഥാമാവിന്റെ ബ്രഹ്മാസ്ത്ര ഭീഷണിയുടെ ചരിതം ഈ അധ്യായത്തിൽ വിസ്തരിച്ചിരിക്കുന്നു. ഇതിൽ എല്ലാ കഥാപാത്രങ്ങളും ശ്രദ്ധിക്കപ്പെടേണ്ടവരാണ്. പ്രത്യേകിച്ചും പാഞ്ചാലിയുടെ വാക്കുകൾ ശ്രദ്ധാർഹമാണ്. ഒരമ്മയും ദുഃഖിക്കരുത് എന്ന ചിന്ത ആ സമയത്തും പാഞ്ചാലി കൈവെടിഞ്ഞില്ല എന്നത് അവരുടെ മഹത്വത്തെ ഉദാഹരിക്കുന്നു. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് പരീക്ഷിത്ത് രക്ഷപ്പെട്ട കഥയും മറ്റും തുടർന്ന് നമുക്ക് കേൾക്കാൻ ഉണ്ട്. ഈ അധ്യായം ഇവിടെ ഉപസംഹരിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. രാധേശ്യാം.